ചർച്ച് ആക്ടിലേക്ക് വിരൽ ചൂണ്ടി ഓർഗനൈസര്. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. ഒരുപക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ കേന്ദ്ര സർക്കാർ സാവകാശം കാണിച്ചേക്കാം. അത് കഴിഞ്ഞാല് ചർച്ച് ബിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിന് പിന്നാലെ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ട് ചർച്ച് ബിൽ ആവിഷ്കരിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്രത്തിലെ BJP സർക്കാരെന്നാണ് RSS മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ്സൈറ്റില് ശനിയാഴ്ച പ്രത്യക്ഷപ്പെട്ട ലേഖനം വിരൽ ചൂണ്ടുന്നത്. കത്തോലിക്കാ സഭയുടെ വശമുള്ള സ്വത്തുക്കളുടെ വിശദമായ വിവരമടങ്ങുന്ന ലേഖനത്തില് ഇവയില് ഭൂരിഭാഗവും അനധികൃതമാണെന്നും ചൂണ്ടിക്കാട്ടുന്നു. കൂടുതലും ബ്രിട്ടീഷ് ഭരണകാലത്താണ് കത്തോലിക്കാ സഭയ്ക്ക് ഭൂസ്വത്ത് കിട്ടിയത്. ബ്രിട്ടീഷുകാര് പാട്ടത്തിനു നൽകിയ സ്ഥലങ്ങള് സഭയുടെ സ്വത്തായി പരിഗണിക്കില്ലെന്ന് 1965 കേന്ദ്ര സർക്കാർ സർക്കുലർ ഇറക്കിയിരുന്നെങ്കിലും അവ തിരിച്ചുപിടിക്കാന് സാധിച്ചിട്ടില്ലെന്നും ലേഖനം ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യന് സർക്കാർ കഴിഞ്ഞാല് കത്തോലിക്കാ സഭയാണ് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂസ്വത്ത് ഉടമയെന്ന് ഓർഗനൈസര് പറയുന്നു. 20,000 കോടി രൂപ മൂല്യം വരുന്ന 17.29 കോടി ഏക്കര് ഭൂമിയുണ്ട് കത്തോലിക്കാ സഭയ്ക്ക്. ഈ ഭൂമിയില് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും പ്രവർത്തിക്കുന്നു. 2012 കണക്ക് പ്രകാരം 2457 ആശുപത്രികള്, 240 മെഡിക്കല്, നഴ്സിംഗ് സ്ഥാപനങ്ങള്, 28 ജനറൽ കോളേജുകള്, 5 എഞ്ചിനീയറിംഗ് കോളേജുകള്, 3765 സെക്കൻഡറി സ്കൂളുകള്, 7319 പ്രൈമറി സ്കൂളുകള്, 3187 നഴ്സിംഗ് സ്കൂളുകള് എന്നീ സ്ഥാപനങ്ങളുണ്ട് കത്തോലിക്കാ സഭയ്ക്ക് കീഴില്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ ആർജിക്കാന് BJP കൊണ്ടുപിടിച്ച ശ്രമം നടത്തി വരവെ ലേഖനം അതിന് വിലങ്ങുതടിയാകുമെന്ന ആശങ്കയില് വെബ്സൈറ്റില് നിന്ന് അത് പിൻവലിച്ചെങ്കിലും RSSന്റെ ഉള്ളിലിരിപ്പ് ഇതിലൂടെ പുറത്തായിരിക്കുകയാണ്. ആശങ്കയില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ക്രൈസ്തവ സഭകൾക്ക് പാടെ തള്ളിക്കളയാനാകില്ല ലേഖനമുയർത്തുന്ന വെല്ലുവിളി. ഓർഗനൈസര് പിൻവലിച്ചെങ്കിലും സാമൂഹിക മാധ്യമങ്ങളിലെ ലേഖനം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതിനിടെ ഫാദർ അജി പുതിയപറമ്പില് സഭയ്ക്കെതിരെ ഉന്നയിച്ച രൂക്ഷവിമർശവും ശ്രദ്ധേയമാണ്. വഖഫ് ബില്ലിലെ അതേ വ്യവസ്ഥകളടങ്ങുന്ന ചർച്ച് ബിൽ അവതരിപ്പിക്കുകയും മുസ്ലിങ്ങൾ അതിനെ പിന്തുണക്കുകയും ചെയ്താൽ ക്രിസ്ത്യന് സമൂഹത്തിന്റെയും സഭാ നേതൃത്വത്തിന്റെയും നിലപാട് എന്തായിരിക്കുമെന്നാണ് ഫാദർ അജി പുതിയപറമ്പിലിന്റെ ചോദ്യം. വഖഫ് ഭേദഗതി ബില്ലിനെ ക്രിസ്ത്യന് സഭ പിന്തുണച്ചതും അനുകൂലമായി വോട്ട് ചെയ്യാന് കേരളത്തിലെ MPമാരോട് ആവശ്യപ്പെട്ടതും തനിച്ച വംഗത്വവും രാഷ്ട്രീയ അവിവേകവുമായി പോയി. അപകടകരമായ രാഷ്ട്രീയ സാമുദായിക വിഭജന ഫോർമുലയാണ് ഇതുവഴി KCBC പാർലമെന്റ് അംഗങ്ങളുടെ മുമ്പാകെ വെച്ചത്. രാഷ്ട്രീയ അക്ഷരജ്ഞാനം അശേഷമില്ലാത്ത ആരുടെയോ അവിവേകമാണിതെന്നും ഫാദർ അഭിപ്രായപ്പെട്ടു. വഖഫ് വിഷയത്തിൽ ഇങ്ങനെയാണോ ഇടപെടേണ്ടിയിരുന്നതെന്ന് ക്രൈസ്തവ നേതൃത്വം ഇനിയെങ്കിലും ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നേരത്തെ തന്നെ സർക്കാരുകളുടെ പരിഗണനയിലുള്ളതാണ് ചർച്ച് ആക്ട്. ജസ്റ്റിസ് കൃഷ്ണയ്യര് 2009 സംസ്ഥാന സർക്കാരിനു സമർപ്പിച്ച ഒരു ശുപാർശയില് ചർച്ച് ആക്ടിന്റെ ആവശ്യകതയെക്കുറിച്ച് ക്രൈസ്തവ സ്വത്തുക്കളുടെ നിയന്ത്രണത്തിന് സർക്കാർ തലത്തില് സംവിധാനം ഉണർത്തുകയും VS സർക്കാരിന്റെ പരിഗണനയ്ക്ക് വരികയും ചെയ്തിരുന്നു. മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാന് വഖഫ് ബോർഡുണ്ട്. ഹൈന്ദവർക്ക് ദേവസ്വം ബോർഡുണ്ട്. ക്രിസ്ത്യന് വിഭാഗത്തിന് ഇതുപോലുള്ള സർക്കാർ സംവിധാനമില്ല. സഭാ നേതൃത്വമാണ് അവരുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത്. ക്രിസ്ത്യന് വിശ്വാസികൾക്ക് ഒട്ടും പങ്കാളിത്തമില്ലാത്ത കൈകാര്യരീതി. ഇതിനൊരു ജനാധിപത്യ സ്വഭാവം കൈവരണമെന്നും ക്രിസ്തീയ സ്വത്തുക്കളുടെ കൈകാര്യകർത്തൃത്വത്തിന് ത്രിതല സ്വഭാവത്തില് സംവിധാനം ആവശ്യമാണെന്നുമായിരുന്നു കൃഷ്ണയ്യരുടെ കാഴ്ചപ്പാട്. താഴെത്തട്ടില് വിശ്വാസികൾക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു ഗവേണിംഗ് ബോർഡി, അതിനു തൊട്ടു മുകളില് രൂപതാ തലത്തില് സമിതി, അതിനും മുകളില് സംസ്ഥാന തലത്തില് ആർച്ച് ബിഷപ്പോ കർദിനാളോ നേതൃത്വം നൽകുന്ന സമിതി എന്നിങ്ങനെയാണ് കൃഷ്ണയ്യര് നിരീക്ഷിച്ച സംവിധാനം. ഇതിനു പുറമെ സർക്കാർ ഓഡിറ്റും വേണം. ക്രിസ്തീയ സഭയില് നിന്നുള്ള എതിർപ്പ് മൂലം VS സർക്കാരിന് അത് നടപ്പാക്കാനായില്ല. പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഇക്കാര്യത്തില് നിരീക്ഷണം സമർപ്പിക്കാന് KET തോമസിന്റെ നേതൃത്വത്തില് സമിതിയെ നിയോഗിച്ചു. കൃഷ്ണയ്യര് സമർപ്പിച്ച റിപ്പോർട്ടിനേക്കാള് സ്വത്തുക്കളുടെ കൈകാര്യകർത്തൃത്വത്തില് സഭാ നേതൃത്വത്തിനു കൂടുതൽ അധികാരം കൈവരുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹം സമർപ്പിച്ചത്. അതുപോലും സഭയുടെ എതിർപ്പ് മൂലം നടപ്പാക്കാനായില്ല. കേരളത്തില് സഭാ നേതൃത്വത്തിന്റെ വിരോധം ഏറ്റുവാങ്ങിയാല് ക്രിസ്ത്യന് വോട്ട് ബാങ്ക് നഷ്ടമാകുമെന്ന ഭീതി മൂലമാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തില് പിന്നോട്ടടിക്കുന്നത്. അഖിലേന്ത്യാ തലത്തില് BJPയും RSSും ഇത്തരം നിലപാടെടുക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കിയല്ല, അതവരുടെ ക്രിസ്ത്യാനികളോടുള്ള താത്വിക നിലപാടിനെ ആശ്രയിച്ചിരിക്കും. മുസ്ലിങ്ങളെപ്പോലെ രാജ്യത്തുനിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണ് ക്രിസ്ത്യാനികളുമെന്നാണ് അവരുടെ നിലപാട്. ക്രൈസ്തവർക്കെതിരെ രാജ്യത്തെമ്പാടും അരങ്ങേറുന്ന അക്രമങ്ങളിൽ നിന്ന് ഇത് വ്യക്തവുമാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ ആഹ്വാനം നൽകിയ ഘട്ടത്തില് തന്നെയായിരുന്നു ജബൽപൂരിലെ മലയാളി വൈദികനെ ഹിന്ദുത്വര് ക്രൂരമായി മർദ്ദിച്ചത്.
ഒരുപക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ കേന്ദ്ര സർക്കാർ സാവകാശം കാണിച്ചേക്കാം. അത് കഴിഞ്ഞാല് ചർച്ച് ബിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എംപിയും ലത്തീന് കത്തോലിക്ക സമുദായാംഗവുമായ ഹൈബി ഈഡന് പാർലമെന്റില് വഖഫ് ബിൽ ചർച്ചാവേളയില് ഈ ആശങ്ക പ്രകടിപ്പിക്കുകയുമുണ്ടായി. ഇതുതന്നെയാണ് ഓർഗനൈസർ നൽകുന്ന സൂചനയും.